ആ കരങ്ങൾ ഇന്നും നമ്മളെ ആശീർവദിക്കുന്നു. പാറമടയിൽ കരിങ്കല്ല് പൊട്ടിച്ച 27 വർഷക്കാലം പത്രോസിൻ്റെ സിംഹാസനത്തിലിരുന്ന് നമ്മളെ ആശീർവദിച്ച, ഇന്ന് അൾത്താരയിൽ നമുക്ക് വേണ്ടിയായിരിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകനായ ലോലാക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന വീട്ടിൽ വിളിച്ച കരോൾ ജോസഫ് വൈറ്റ്വേ എന്ന് പറയുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളാണ് പ്രാർത്ഥനയോടെ ഒക്ടോബർ 22 സഭാഗാത്രം കൊണ്ടാടുന്നത്. തൻ്റെ നീണ്ട ശുശ്രൂഷ ജീവിതം കഴിഞ്ഞ് നമ്മളൊക്കെ അൾത്താരയിൽ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, റോമായിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി 27 വർഷക്കാലം പത്രോസിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഈ വിശുദ്ധൻ്റെ ജീവിതം വളരെ നമ്മുടെ ജീവിതങ്ങളൊക്കെ പിടിച്ചു കുലുക്കും. 9ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു പോയപ്പോൾ, തുടർന്ന് ചേട്ടനും മരിച്ചു പോയപ്പോൾ തൻ്റെ ജീവിത പുസ്തകത്തിൽ എഴുതി വെച്ചു, എന്നും കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൺകുളിർക്കെ കണ്ട ചിത്രം മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെ ചിത്രം. എല്ലാ ദിവസവും അപ്പനും മകനും കൂടി ഒരേ ജപമാല മണികളിൽ ചേർത്ത് വെച്ച് ജപമാലകൾ അവർ ചൊല്ലി. ബൈബിളും ഇരുവരും ഒരുമിച്ചിരുന്ന് വായിച്ചു. അങ്ങനെ ഈ വിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ അപ്പനാണ് എൻ്റെ പരിശീലകൻ, എൻ്റെ സെമിനാരി ജീവിതത്തിലെ പരിശീലകൻ എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ വലിയൊരു വിശുദ്ധനെയാണ് നമ്മൾ ഓർക്കുക. പൂർണ്ണമായും ഞാൻ നിൻ്റേതാണെന്ന ആപ്തവാക്യത്തോടുകൂടി മെത്രാനായി മാറുമ്പോൾ ഈ അപ്പൻ്റെ ജീവിതം വളരെ സ്വാധീനിച്ചതാണ്. അമ്മ 9ാമത്തെ വയസ്സിൽ മരിച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഈ അപ്പൻ മകനോട് പറയും, മകനെ, ഇന്ന് മുതൽ നിൻ്റെ അമ്മ ഈ പരിശുദ്ധ അമ്മയാണ്, ഈ അമ്മയോട് നിൻ്റെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ അപ്പച്ചൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഈ മകൻ്റെ മനസ്സിൽ ജപമാല ഭക്തിയുടെ പ്രാധാന്യം കൂടി വന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവത്തിലും ജപമാല ഭക്തിയിലും ജീവിതം ചേർത്ത് പിടിച്ച് കുടുംബങ്ങൾക്ക് ഒരുപാട് എഴുത്തുകൾ എഴുതിയ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രബോധനങ്ങൾ എഴുതിയ, കേരളം സന്ദർശിച്ച ഒരേ ഒരു മാർപ്പാപ്പയായ ലോക യുവജന ദിനം ആരംഭിച്ച ഈ മാർപ്പാപ്പ നമ്മളോട് പറയും, ദിവ്യകാരുണ്യ ഭക്തിയും ജപമാല ഭക്തിയും എനിക്ക് നൽകിയത് എൻ്റെ കുടുംബമാണ്. അമ്മയും ചേട്ടനും മരിച്ചുപോയി, അപ്പൻ രോഗിയായിരിക്കുമ്പോൾ പാറമടയിലെ പണി കഴിഞ്ഞ്, വീട്ടിലെ അടുക്കള പണി കഴിഞ്ഞ്, അലക്കാനുള്ളതൊക്കെ അലക്കി എല്ലാ പണികളും ജോലികളും കഴിഞ്ഞിട്ടും ആ കൊച്ചു വിശുദ്ധൻ ചെറുപ്പത്തിലെ ദിവ്യബലിയിൽ അനുദിനം പങ്കെടുക്കുമായിരുന്നു. വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ്, അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനാ ജീവിതം ഉണ്ടല്ലോ, അത് ഒരു വിശുദ്ധന് ജന്മം നൽകാൻ സാധിക്കുമെന്ന്. ദൈവം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.